അമ്മ എന്താ പരിപാടി? നമുക്ക് കുറച്ച് കൂന് വാങ്ങിയിട്ടുണ്ട്. കൂന് നമുക്ക് കൂന് ബിരിയാണി വെക്കാം. അമ്മ എന്താണ് ബിരിയാണിന്റെ പരിപാടി? തുടങ്ങാ ബിരിയാണിക്ക് ചെമ്പ് അടുപ്പത്ത് വെച്ചു. അപ്പൊ നമുക്ക് ആദ്യം എണ്ണ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അല്ലേ? സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒരു 200 ഗ്രാം ഒഴിച്ചിട്ടുണ്ട്. 200. അടുപ്പൊക്കെ കത്തി എണ്ണയൊക്കെ ചൂടായി. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? പട്ട, ഗ്രാമ്പു, ഏലക്കായ, തർക്കോലം, ബിരിയാണി ഇല, പിന്നെ പെരിഞ്ചീരകം, കുറച്ച് കൽപ്പാസി ഇട്ട നല്ല മണം ഉണ്ടാവും ബിരിയാണിക്ക്. അല്ലമ്മ എല്ലാം കൂടി ഒപ്പം ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തു. അതിനിതാ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് തക്കാളി ഉണ്ട് അല്ലേ? തക്കാളി, സബോള, ഇഞ്ചി, വെളുത്തുള്ളി ചായച്ചത് എല്ലാം ചായച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂനൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സബോള ഇട്ട് കൊടുക്കാം അല്ലേ? സബോള ഇട്ട് കൊടുത്തു. നല്ല ചെറിയ തീരെ നല്ലപോലെ വാടത്തെ അല്ലേ? അപ്പം നോൺ വെജ് കഴിക്കാത്തവര് ഇനി പച്ചക്കറി വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് കൂന് ബിരിയാണി ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്ക് ഇറച്ചി പോലെ തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ലമ്മ. കൂന് അതാണ്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരിക്കൽ പള്ളിക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ആശ തീർന്നില്ല. അടിപൊളിയാണ്. ഉള്ളിയൊക്കെ വാടിയില്ലമ്മ. അമ്മ തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളി അല്ലേ? അപ്പൊ വെളുത്തുള്ളി ഇഞ്ചി അമ്മ ഇട്ട് കൊടുക്കണം അല്ലേ? ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വാർത്തല്ലേ? വാടി സെറ്റായി. അമ്മ അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇടുന്നല്ലേ? എന്തൊക്കെ പൊടിയമ്മ? ഗരം മസാല, ചിക്കൻ മസാല, കാശ്മീരി മുളക്. അപ്പോൾ ഗരം മസാല, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ചിക്കൻ മസാല, കല്ലുപ്പ്, ഇത്രയും മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനേതാ മുളക് പൊടിയൊക്കെ ഒരുവിധം സെറ്റായി. അതിലേക്ക് കൂനിട്ട് കൊടുക്കും. രണ്ട് കറുവേപ്പില, മല്ലിയിലയും പൊതിയിലയും ഇട്ട് കൊടുക്കണം. ഓ ശരി അമ്മ. മല്ലിയിലയും പൊതിനയും കുറച്ച് കൂടുതൽ എടുത്തോളി. ഒരു കുഴപ്പമില്ല. നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതൊന്ന് വെറുതെ എണ്ണയിലിട്ടൊന്ന് ചുരുളട്ടല്ലേ അമ്മ? കുറച്ച് തൈര് ഒഴിക്കേണ്ടതാണ്. തൈര് അല്ലേ? അരിയൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വാരി വെക്കട്ടെ. അപ്പൊ റോസ് കൈമ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 കിലോ അരി എടുത്തിട്ടുണ്ട്. 1 കിലോ അരി അപ്പൊ കഴുകി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കൂനൊന്ന് വേഗം പിടിക്കും. അരി വെള്ളം വാർത്ത് വെക്കാം അല്ലേ? കൊണ്ടുവരാം.
ഇതിനൊക്കെ വെറുതെ കൂനൊക്കെ സെറ്റായി വന്നു, ചുരുണ്ട് റെഡിയായി വന്നിട്ടുണ്ടല്ലേ മാ. നമുക്ക് വെള്ളം ഒഴിക്കാവണു അല്ലേ? വെള്ളം ഒഴിക്കുക, വെള്ളം ഒഴിക്കേണ്ടതാണ്. ഓ ശരിയമ്മ. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു, വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അമ്മ ഒരു പാത്രം അരിയാണ് പറഞ്ഞാൽ 1.5 പാത്രം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതാണ് കണക്കില്ലേ? ആ കണക്കിലാണ് ഒഴിച്ചിരിക്കുന്നത്. അരി നമ്മൾ കുതിരാൻ വെക്കുന്നുണ്ട്, 1 മണിക്കൂർ മുമ്പേ കുതിരാൻ വെക്കും. വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചു അല്ലേ മാ? അപ്പം അമ്മ അരി ഇട്ട് കൊടുക്കണം. അരി ഇട്ട് കൊടുക്കണം അല്ലേ? തിള വരുന്നൂലമ്മ? ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഈ മഷ്റൂം ബിരിയാണി ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. ഇതൊരു തമിഴ്നാട് സ്റ്റൈലാണ്, ആമ്പൂർ സ്റ്റൈലാണ്. അപ്പോൾ ഈ രീതിക്ക് വെക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ നന്നായിരിക്കും. വെള്ളമൊക്കെ വറ്റി നല്ല മണം പറ്റല്ലമ്മ. നെയ്യല്ലേ? നെയ്യ് ഒഴിച്ചു, വെള്ളമൊക്കെ വലിഞ്ഞു. നെയ്യും കൂടി ഒഴിച്ചപ്പോൾ നല്ല മണമായി. 1 കിലോ അരിക്ക് ഏകദേശം ഒരു 50 ഗ്രാം നെയ്യ് ഒഴിക്കാം അല്ലേ മാ? ഒരു 50 ഗ്രാം നെയ്യും ഒരു 150 ഓയിലൊക്കെ ഒഴിക്കുന്ന പോലെ ഒഴിക്കുക. ഇനി നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞത് അത്രയെങ്കിലും ഒഴിക്കണം. റെഡിയായി, നമുക്ക് ദമ്മിടാം മാ. കുറച്ച് കല്ല് മാരിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 മണിക്കൂർ ഇരിക്കട്ടെ അല്ലേ മാ? എന്നിട്ട് പൊട്ടിക്കാം അല്ലേ? അപ്പോൾ ഏകദേശം 1/2 മണിക്കൂറായില്ലേ മാ? പൊട്ടിക്കുക. സെറ്റായില്ലേ മാ? സെറ്റായി. റൈസൊക്കെ നല്ല പൂ പോലെ വന്നിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ അടിപൊളിയായി വന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ വെച്ച് നോക്കുക. ചിക്കനും മട്ടനും ബീഫൊക്കെ അല്ലേ നമ്മളെ സാധാരണ വെക്കുന്നത്. അപ്പോൾ വേറെ പെട്ടി കൂന് വാങ്ങുക, എന്നിട്ട് വെച്ച് നോക്കുക, എന്നിട്ട് എന്താ അഭിപ്രായം പറഞ്ഞാൽ അമ്മയെ അറിയിക്കുക. എല്ലാവർക്കും കഴിക്കാൻ പറ്റുമല്ലോ, ഇറച്ചി മീനും കഴിക്കാത്തവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ വെച്ചിട്ട് അഭിപ്രായങ്ങൾ അമ്മനെ അറിയിക്കുക. സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.